In this session, we begin our discussions on insurance part in your banking and insurance paper. So in this part, we shall discuss meaning of insurance, why insurance is required, then different types of risk, principles of insurance, functions of insurance, then different kinds of insurance. So by the end of this discussion, you will have an overall idea about insurance, about different types of policies, then different types of insurance, that is life insurance, non-life insurance. In non-life insurance again, fire insurance, marine insurance. So you will have an overall idea about insurance and working of insurance companies. And nowadays, insurance has become an integral part of human life. എല്ലാ മനുഷ്യർക്കും അറിയാൻ what is insurance. So insurance is a written agreement or written contract to undertake the loss arising out of a future risk. ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു റിസ്കിൻ്റെ നഷ്ടം ഏറ്റെടുക്കാമെന്നുള്ളൊരു റിട്ടൺ എഗ്രിമെൻ്റ് ആണ്. സോ ഇറ്റ്സ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി ഇൻഷുർഡ് ആൻഡ് ദി ഇൻഷുറർ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർഡുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആണ്. സോ ഈ എഗ്രിമെൻ്റ് പ്രകാരം ഇൻഷുറൻസ് കമ്പനി റിട്ടൺ ആയിട്ട് ഒരു റിട്ടൺ കരാറിൽ ഏർപ്പെടുന്നു. എന്ത് കാരണത്തിനാണോ ഇൻഷുറൻസ് കവറേജ് എടുത്തിരിക്കുന്നത്, ആ ഒരു റിസ്ക് സംഭവിച്ചാൽ അതുകൊണ്ടുണ്ടാകാവുന്ന നഷ്ടം നികത്തിക്കൊടുത്തുകൊള്ളാം. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ലൈഫ് ഇൻഷുറൻസും നോൺ ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്താ, ഇവിടെ നഷ്ടം നികത്തിക്കൊടുക്കാവുന്നല്ല പറയുന്നത്, ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തുകൊള്ളാം. നമുക്കെന്താ ഒരിക്കലും ജീവൻ്റെ നഷ്ടത്തിനൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റില്ല. ഹ്യൂമൻ ലൈഫ് കനോട്ട് ബി ഇവാലുവേറ്റഡ് ഇൻ ടൈംസ് ഓഫ് മണി. ബട്ട് അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ്, ഫയർ ഇൻഷുറൻസ്, ഒരു വീടിന് തീപിടുത്തം സംഭവിച്ചാൽ എന്താണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് മോട്ടോർ ഇൻഷുറൻസ്, അപ്പോൾ അതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ആക്സിഡൻറ്റ് മൂലം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഒരു പാർഷ്യലായിട്ട് അല്ലെങ്കിൽ നമുക്കെന്താ ഒരു അംഗഭംഗം സംഭവിക്കുകയാണെങ്കിൽ, അത് ഏകദേശം നമുക്കൊരു ലോസ് കണക്കാക്കി കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ലോസ് റൈസിങ് ഔട്ട് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം റിസ്കിൻ്റെ ഭാഗമായിട്ട് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. റിസ്ക് ഈസ് എ പാർട്ട് ഓഫ് ഓൾ ദി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയുടെയും ഒരു അവിഭാജ്യ ഘടകമാണ് റിസ്ക്. അപ്പം റിസ്ക് ഉള്ളിടത്തോളം കാലം ഇൻഷുറൻസിൻ്റെ ആവശ്യം വരും. കാരണം നമുക്ക് റിസ്കിനെ ഫേസ് ചെയ്യാൻ പൊതുവായ മനുഷ്യർക്ക് എന്താ ഒരു മടിയാണ്. ഇപ്പോൾ റിസ്ക് സംഭവിക്കുമോ എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ട്, പേടിയുണ്ട്. ഇതിനെ ഒരു ഫേസ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ അറേഞ്ച്മെൻറ്റാണ് നമ്മൾ ഇൻഷുറൻസ് മുഖാന്തരം ഏർപ്പെടുന്നത്. ഇതിൻ്റെ ആവശ്യം തന്നെ വരുന്നത് എന്താ, റിസ്കിൽ നിന്നാണ്. റിസ്ക് ഈസ് റൈസിങ് ഔട്ട് ഓഫ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റി. നമുക്ക് ആ റിസ്ക് ഒരു ഫ്യൂച്ചർ ലോസ് ദാറ്റ് ക്യാൻ അറൈസ് ഔട്ട് ഓഫ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റി, അതാണ് നമ്മൾ റിസ്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ റിസ്കിനെ പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പം റിസ്ക് എന്താണ്, ഇറ്റ് ഈസ് uncertainty. Risk is uncertainty concerning the occurrence of loss. Risk എന്ന് പറഞ്ഞാൽ uncertainty concerning the occurrence of loss. Occurrence of loss in future, ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന നഷ്ടങ്ങളെക്കുറിച്ചുള്ള അൺസർട്ടനിറ്റിയാണ്, അവ്യക്തത. നമുക്ക് ഫ്യൂച്ചർ ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ലൈഫാണെങ്കിലും, നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഏർപ്പെടുകയാണെങ്കിലും, ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണെങ്കിലും, അതിൻ്റെ ഒരു എക്സാക്ട് നേച്ചർ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എപ്പോഴും നഷ്ടം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത നമുക്ക് എന്താ പറയുന്നത്, അൺസർട്ടനിറ്റി കൺസേണിങ് ദി ഒക്കുറൻസ് ഓഫ് ലോസ് ഇൻ ഫ്യൂച്ചർ, ദാറ്റ് ഈസ് റിസ്ക്. ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന നഷ്ടങ്ങളെക്കുറിച്ചുള്ള അവ്യക്തത, അത് നമ്മൾ റിസ്ക് ആയിട്ട് പറയുന്നത്. നമ്മൾ ആ റിസ്കിനെ കുറിച്ച് നമ്മളെന്താ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഒരു മോട്ടോർ ആക്സിഡൻറ്റിൽ
ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. മോട്ടോർ വാഹനം ഓടിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, നമ്മളെന്താ ഒരു രോഗം വരാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായിട്ട് ടുബാക്കോ ചൂ ചെയ്യുന്ന ആളുകൾ, സ്മോക്കിംഗ് ഹാബിറ്റുള്ള ആളുകൾ, അവർക്ക് മൗത്ത് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. പോസിബിലിറ്റി. ദെൻ അഗെയിൻ നമുക്കെന്താ ഒരു എക്സാം ആണെങ്കിൽ, എക്സാം എഴുതുന്ന, പരീക്ഷ എഴുതുന്ന, ബികോം ഫസ്റ്റ് ഇയറിലെ ഈ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസും പാസ്സാകണമെന്നില്ല. കുറേ പേര് പരാജയപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? റിസ്ക്കാണ്. അപ്പം നമ്മൾ ഈ റിസ്കിനെ കാറ്റഗറൈസ് ഏതൊക്കെ രീതിയിൽ നമുക്കൊന്ന് തരംതിരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് ടൈപ്സ് ഓഫ് റിസ്കിനെ നമ്മൾ ബേസിക്കലി ഏതൊക്കെ രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഒരു സബ്ജക്റ്റീവ് റിസ്ക് ആൻഡ് ഒബ്ജക്റ്റീവ് റിസ്ക്. സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ്, സബ്ജക്റ്റീവ് റിസ്ക് ആൻഡ് ഒബ്ജക്റ്റീവ് റിസ്ക്. അപ്പോൾ സബ്ജക്റ്റീവ് റിസ്ക് ഈസ് ഡിഫൈൻഡ് ആസ് അൺസർട്ടനിറ്റി ബേസ്ഡ് ഓൺ എ പേഴ്സൺസ് മെൻ്റൽ കണ്ടീഷൻ. അൺസർട്ടനിറ്റി based on a person's mental condition or state of mind. ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസ്ക്കാണ് സബ്ജക്റ്റീവ് റിസ്ക്. ഓരോ വ്യക്തിയുടെയും മാനസികാവസ്ഥ, ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ കൊണ്ടുണ്ടായേക്കാവുന്ന ഒരു ലോസ്, അതാണ് സബ്ജക്റ്റീവ് റിസ്ക് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അവർക്കൊരു ഏറ്റവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി, അയാളെന്താണ് ഒരു ഡ്രങ്കൺ വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഡ്രങ്കൺ പേഴ്സൺ, മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനം എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്? ആ വ്യക്തിയുടെ അപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഹി ഈസ് ഹെവിലി ഇൻടോക്സിക്കേറ്റഡ്. സോ ഇഫ് എ ഹെവിലി ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ് ഗോ ഫോർ ഡ്രൈവിംഗ്, there is always a chance of an accident. ഇതെന്തുകൊണ്ടാണ്? അയാളുടെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അയാളുടെ മെൻ്റൽ കണ്ടീഷൻ, അതുകൊണ്ടാണ് ഒരു റിസ്ക് സംഭവിക്കുന്നത്. ഇതിനെന്താ നമ്മൾ സബ്ജക്റ്റീവ് റിസ്ക്. then again ഒബ്ജക്റ്റീവ് റിസ്ക് എന്താണ്? ഒബ്ജക്റ്റീവ് റിസ്ക് ഈസ് ദ റിലേറ്റീവ് വേരിയേഷൻ ഓഫ് ആക്ച്വൽ ലോസ് ഫ്രം എക്സ്പെക്റ്റഡ് ലോസ്. സോ നമ്മൾ ഒബ്ജക്റ്റീവ് റിസ്കിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഒബ്ജക്റ്റീവ് റിസ്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിലേറ്റീവ് വേരിയേഷൻ ഓഫ് ആക്ച്വൽ ലോസ് ഫ്രം എക്സ്പെക്റ്റഡ് ലോസ്. ആക്ച്വൽ ലോസും എക്സ്പെക്റ്റഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ പറയുന്നു ഒബ്ജക്റ്റീവ് ലോസ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ 2000 വീട് ഇൻഷുർ ചെയ്യുന്നുണ്ട്. ഈ 2000 വീട് ഇൻഷുർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു 200 വീടിന് ലോസ് സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മളെന്താ ഒരു 20 വീടിന് ലോസ് സംഭവിക്കാം. ഇതിൽ നിന്നും ഒരു 18 വീടിനെ ലോസ് സംഭവിക്കുന്നുള്ളൂ എങ്കിൽ ഈ വേരിയേഷൻ വന്നു. അപ്പോൾ അതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഒബ്ജക്റ്റീവ് റിസ്ക് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ എന്താ, അതൊരു ഫോർ എക്സാമ്പിൾ എ പ്രോപ്പർട്ടി ഇൻഷുർ ഹാസ് 2000 ഹൗസസ്. പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി 2000 വീടുകൾ ഇൻഷുർ ചെയ്തു. ദെൻ ഓൺ ആൻ ആവറേജ് 1% or 20 ഹൗസ് ആർ ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഈച്ച് ഇയർ. അപ്പം ഒരു പ്രോപ്പർട്ടി ഇൻഷുർ എന്താ ചെയ്യുന്നത്? 2000 വീടുകൾക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു വർഷം ഇതിൻ്റെ ഒരു 1% അല്ലെങ്കിൽ 20 വീടുകൾക്കാണ് തീപിടുത്തം മൂലം നാശം സംഭവിക്കാറുള്ളത്. ഇനി നമ്മൾ എല്ലാ വർഷവും ഈ 20 വീടുകൾക്ക് നാശം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചില വർഷം എന്താണ്, ഇത് 18 വീടുകളെ കാണുകയുള്ളൂ, ചില വർഷം 22 വീടുകളാകാം. അപ്പോൾ നമ്മുടെ ആ എക്സ്പെക്റ്റഡ് ലോസ് എന്താണ്? 20 ഹൗസസ് ആണ്. ഇതിൽ നിന്നും 18ഓ 22ഓ ആയിട്ട് മാറിക്കഴിയുമ്പോൾ വരുന്ന ആ വേരിയേഷൻ എന്ന് പറയുന്നു. ഈ ഒരു വേരിയേഷനാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് റിസ്ക്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് പ്യുവർ റിസ്ക് ആൻഡ് സ്പെക്കുലേറ്റീവ് റിസ്ക്. പ്യുവർ റിസ്ക്, സ്പെക്കുലേറ്റീവ്. സ്പെക്കുലേഷനിൽ എന്താ ഒരു പ്രത്യേകത? സ്പെക്കുലേഷന് പോയി കഴിഞ്ഞാൽ അവിടെ ലാഭമോ നഷ്ടമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്യുവർ റിസ്ക് എടുക്കുകയാണെങ്കിൽ എന്താ, ഒന്നെങ്കിൽ നഷ്ടമുണ്ടാകും, അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്നില്ല. അവിടെ ഒരു നേട്ടത്തിൻ്റെ ഒരു ഗെയിൻ എലമെൻറ്റ് വരുന്നില്ല. സ്പെക്കുലേറ്റീവ് റിസ്കിൽ ഗെയിൻ എലമെൻറ്റും ലോസ് എലമെൻറ്റും ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ദെൻ
Pure risk is defined as a situation where there are only the possibilities of loss or no loss. In case of pure risk, there is a possibility of എന്താണ് loss or no loss. നഷ്ടം സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. ഇങ്ങനെ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് പറയുന്നു? ദാറ്റ് ഈസ് പ്യുവർ റിസ്ക്. നമുക്ക് ഒരാൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നു. നിങ്ങളൊരു വാഹനം ഇവിടെ ഒന്നും ട്രിവാൻഡ്രത്തേക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ വാഹനം ഒരു ആക്സിഡൻറ്റിൽ പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വാഹനം ആക്സിഡൻറ്റ് പെട്ട് കഴിഞ്ഞാൽ ലോസ് സംഭവിച്ചു. ഇതൊന്നുമില്ല, സുരക്ഷിതമായിട്ട് നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താ? ലോസ് സംഭവിക്കുന്നില്ല. അപ്പം നഷ്ടം സംഭവിക്കുകയോ നഷ്ടം സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. ഈ ഒരു റിസ്കിന് എന്താ നമ്മൾ പറയുന്നത്? പ്യുവർ റിസ്ക്. അതേസമയം സ്പെക്കുലേറ്റീവ് റിസ്ക് ആണെങ്കിൽ situation in which either profit or loss is possible. So in case of speculative risk, either profit or loss is possible. Speculation തന്നെ അതാണ്. നമ്മൾ സ്പെക്കുലേഷന് പോയി കഴിഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ വലിയ നേട്ടമുണ്ടാകും, അല്ലെങ്കിൽ നഷ്ടമുണ്ടാകും. ഈവൻ ലോട്ടറി എടുക്കുന്നു. ലോട്ടറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ? അവിടെ നമ്മളിപ്പോൾ ഒരു 100 രൂപയുടെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ 100 രൂപ പോകും. ദർ ഇസ് എ ലോസ് ഓഫ് 100 rupees. ഇനി ഇതിന് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ കോടികൾ ചിലപ്പം കിട്ടാം, ലക്ഷങ്ങൾ കിട്ടാം, ചിലപ്പോൾ 100 രൂപ തന്നെ തിരിച്ചു കിട്ടിയെന്ന് പറയാം. ഇപ്പം ഇവിടെ 2 ചാൻസും ഉണ്ട്. പ്രോഫിറ്റോ ലോസോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള റിസ്കുകൾ എന്താ? സ്പെക്കുലേറ്റീവ് റിസ്ക്. സോ സ്പെക്കുലേറ്റീവ് റിസ്ക് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഐദർ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് പോസിബിൾ. ഇൻ കേസ് ഓഫ് സ്പെക്കുലേറ്റീവ് റിസ്ക് ഐദർ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് പോസിബിൾ. ബട്ട് ഇൻ കേസ് ഓഫ് പ്യുവർ റിസ്ക് there is a possibility of loss or no loss. നഷ്ടം സംഭവിക്കാം, അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കില്ല. അവിടെ ഒരു ഗെയിൻ എലമെൻറ്റ് വരുന്നില്ല. പ്യുവർ റിസ്കിൽ, സ്പെക്കുലേറ്റീവ് റിസ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് രണ്ടുമുണ്ട്. നഷ്ടമോ നേട്ടമോ ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള റിസ്കിന് എന്താ നമ്മൾ പറയുക? സ്പെക്കുലേറ്റീവ് റിസ്ക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊരു when you invest money in share, ഏതെങ്കിലും കമ്പനിയുടെ ഷെയറിൽ കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഗെയിനുണ്ട്. നിങ്ങൾ അൺഫോർച്ചുനേറ്റ് ആണ്, ഇപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആ കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു പോയാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ഇവിടെ സ്പെക്കുലേഷനാണ്. ഇനി കുതിരപ്പന്തയത്തിന് പോകുന്നു. നിങ്ങളിപ്പോൾ ഒരു 5000 രൂപ പന്തയം വെച്ചു. ആ കുതിര ഓടി ഫസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിന്നിങ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ ആ സ്പെക്കുലേഷന് വേണ്ടി വിനിയോഗിച്ച പണം നഷ്ടമായിട്ട് പോകും. ഇതൊരു ചൂതാട്ടം പോലെ തന്നെയാണ് ഒരു റിസ്ക് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പ്യുവർ റിസ്ക്കും സ്പെക്കുലേറ്റീവ് റിസ്ക്കും. ഇനി രണ്ടാമത് നമുക്ക് ഡൈനമിക് റിസ്ക് ആൻഡ് സ്റ്റാറ്റിക് റിസ്ക്. ഡൈനമിക് റിസ്ക്, ഡൈനമിക്, സ്റ്റാറ്റിക്. ഡൈനമിക് റിസ്ക് എന്താണ്? Dynamic risk are those resulting from the changes in economic conditions. Dynamic risk are risk resulting from the change in economic conditions. അപ്പം സാമ്പത്തിക സ്ഥിതിയിൽ, സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ മാറ്റം സംഭവിക്കുന്നു, അതുകൊണ്ടുണ്ടാകുന്ന റിസ്ക്കാണ്. ഇതിൻ്റെ നമുക്കാർക്കും യാതൊരു കൺട്രോളും ഇല്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. But dynamic risk, അപ്പം അത് ഓർത്തിരിക്കുക. Dynamic risk are those resulting from the changes in economic conditions. അപ്പം നമുക്കെന്താ? റിസ്ക് അറൈസിങ് ഫ്രം ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം കൊണ്ടുണ്ടാകുന്ന റിസ്ക്. നമ്മുടെ ബിസിനസ്സിൽ ലോസ് സംഭവിക്കാം. അപ്പം എന്താ? അതൊരു ഡൈനമിക് റിസ്ക് ആണ്. അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ദി ടേസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വന്നു, വളരെയധികം പണം മുടക്കി എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി, പെട്ടെന്ന് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് മാറി, ഫാഷൻ മാറുന്നു. ഇതൊന്നും എന്താ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇൻ എക്കണോമിക് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള റിസ്കിന് എന്ത് പറയും? ഡൈനമിക് റിസ്ക്. അത് ചേഞ്ച്, ഡൈനമിക് തന്നെ എന്താ? ചേഞ്ചസ് ആണ്. നമ്മളതിന് അല്ലെങ്കിൽ ടെക്നോളജി ചേഞ്ചസ്, ടെക്നോളജി മാറുന്നു, അവിടെ റിസ്ക് ഓഫ് ലോസ് ഉണ്ട്. അത് ഡൈനമിക് റിസ്ക് എന്ന് പറയും. ദെൻ സ്റ്റാറ്റിക് റിസ്ക്. ഇപ്പോൾ സ്റ്റാറ്റിക് റിസ്ക് ദാറ്റ് ആർ മോർ ഓർ ലെസ് പ്രെഡിക്റ്റബിൾ. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം, മുൻകൂട്ടി ഏകദേശം പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന റിസ്ക്കാണ് സ്റ്റാറ്റിക് റിസ്ക്.
ആൻഡ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ എക്കണോമിക് കണ്ടീഷൻസ്. സ്റ്റാറ്റിക് റിസ്ക് എന്താണ്? എക്കണോമിക് കണ്ടീഷൻസ് കൊണ്ടുണ്ടാകുന്നതല്ല. സ്റ്റാറ്റിക് റിസ്ക് ക്യാൻ ബി മോർ ഓർ ലെസ് പ്രെഡിക്റ്റബിൾ. മുൻകൂട്ടി ഏകദേശം കണ്ടെത്താൻ സാധിക്കും. നമുക്കൊരു പോസിബിലിറ്റി ഓഫ് ലോസ് ഇൻ എ ബിസിനസ്, നമ്മുടെ ബിസിനസ്സിൽ നഷ്ടമുണ്ടാകാനുള്ള ഒരു ചാൻസ്, പോസിബിലിറ്റി, അത് ഏകദേശം നമുക്ക് സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ എന്താ, അതൊരു സ്റ്റാറ്റിക് റിസ്ക് ആണ്. അല്ലെങ്കിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ആഫ്റ്റർ അക്വയറിങ് എ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, നല്ല രീതിയിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എടുത്തു, ജോലി കിട്ടാണമെന്നില്ല, ഒരു റിസ്ക് ഉണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ്, ദർ ഇസ് ഓൾവേസ് എ റിസ്ക് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഈവൻ ഇഫ് യു ഗെയിൻ എ ഡിഗ്രി. നല്ല രീതിയിൽ ഒരു ഡിഗ്രി കരസ്ഥമാക്കിയാലും ഇവിടെ ജോലി കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യാം. നിങ്ങൾ 90+ ആണ്, ചിലപ്പോൾ 80+കാരൻ നിങ്ങളെക്കാളും നല്ല ജോലിക്ക് നിങ്ങൾക്ക് മുമ്പേ അയാൾക്ക് പണി കിട്ടിയെന്ന് വരും, നല്ല ജോലിയിൽ അയാൾ ചെയ്തെന്ന് വരും. ഇനി ഒരു ജസ്റ്റ് പാസ്സുകാരൻ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയെന്ന് വരും. അപ്പം എല്ലായ്പ്പോഴും എന്താണ്, അൺഎംപ്ലോയ്മെൻറ്റ് റിസ്ക് ഉണ്ട്. ദെൻ മറ്റാളുകളുടെ മിസ്റ്റേക്ക് കൊണ്ടോ മിസ്ലീഡ്സ് കൊണ്ടോ ഒക്കെ നഷ്ടങ്ങൾ സംഭവിക്കാം. ഇതൊക്കെ എന്താണ്, സ്റ്റാറ്റിക് റിസ്ക് എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിക് റിസ്ക്. ഇനി സ്റ്റാറ്റിക് റിസ്ക്കും ഡൈനാമിക് റിസ്ക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ചില ഡിഫറൻസ് നമുക്ക് കമ്പയർ ചെയ്താൽ ചില ഡിഫറൻസ് ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, മോസ്റ്റ് ഓഫ് ദി സ്റ്റാറ്റിക് റിസ്ക് ആർ പ്യുവർ റിസ്ക്. സ്റ്റാറ്റിക് റിസ്കുകളെല്ലാം തന്നെ പ്യുവർ റിസ്കുകളാണ്. അപ്പോൾ അവിടെ എന്താ, ലോസ് ഓർ നോ ലോസ്, അതാണ് പ്യുവർ റിസ്കിൻ്റെ പ്രത്യേകത. അപ്പം മോസ്റ്റ് ഓഫ് ദി സ്റ്റാറ്റിക് റിസ്ക് ആർ പ്യുവർ റിസ്ക്, ബട്ട് ഡൈനാമിക് റിസ്ക് ആർ ഓൾവേസ് സ്പെക്കുലേറ്റീവ് റിസ്ക്. ഡൈനാമിക് റിസ്ക് എന്താണ്, സ്പെക്കുലേറ്റീവ് ആണ്. ഇപ്പം ലാഭമോ നഷ്ടമോ ഉണ്ടാകാവുന്ന റിസ്കുകളാണ് നമ്മൾ ഡൈനാമിക് റിസ്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഇൻ കേസ് ഓഫ് സ്റ്റാറ്റിക് റിസ്ക് ദി ലോസ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. സ്റ്റാറ്റിക് റിസ്ക് ആണെങ്കിൽ അവിടെ എന്താ, ലോസ് മുൻകൂട്ടി നമുക്ക് സംവാട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. ബട്ട് ഇൻ കേസ് ഓഫ് ഡൈനാമിക് റിസ്ക് ലോസ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്. ദെൻ സ്റ്റാറ്റിക് റിസ്ക് ഓക്കേഴ്സ് ഈവൻ ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ എക്കണോമിക് കണ്ടീഷൻ. അപ്പം എക്കണോമിക് കണ്ടീഷനിൽ ഒരു വ്യത്യാസവുമില്ല, ഒരു ചേഞ്ചും വരുന്നില്ലെങ്കിലും എന്താണ്, സ്റ്റാറ്റിക് റിസ്ക് സംഭവിക്കും. ഇവിടെ ഡൈനാമിക് റിസ്ക് ഒക്കേഴ്സ് ഫ്രം ദി ചേഞ്ചസ് ഇൻ എക്കണോമിക് കണ്ടീഷൻസ്. ഡൈനാമിക് റിസ്ക് എന്താണ്, എക്കണോമിക് കണ്ടീഷനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന റിസ്ക് ആണ്. അതേസമയം സ്റ്റാറ്റിക് റിസ്ക് ആണെങ്കിൽ എക്കണോമിക് കണ്ടീഷൻ സ്റ്റേബിൾ ആണെങ്കിലും ആ നഷ്ടം സംഭവിച്ചു എന്ന് വരാം. Then dynamic risk may be beneficial to the society, but static risk are always harmful. Dynamic risk എന്താണ്, അത് ബെനഫിഷ്യൽ ആണ്, സ്റ്റാറ്റിക് റിസ്ക് എല്ലായ്പ്പോഴും ഹാംഫുൾ ആണ്. ഈ ഡിഫറൻസ് ഓർമ്മയിലിരിക്കട്ടെ. നമ്മൾ അടുത്ത വീണ്ടും ഒന്നുകൂടി ഒരു ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, നമ്മൾ റിസ്കിനെ പല രീതിയിൽ തരംതിരിക്കുകയാണ്. Then the next classification is fundamental and particular risk. Fundamental risk, അടിസ്ഥാനപരമായത്, പർട്ടിക്കുലർ ഏതെങ്കിലും പ്രത്യേകമായിട്ട് വരുന്ന റിസ്ക്. ഫണ്ടമെന്റൽ റിസ്ക് ഈസ് എ റിസ്ക് ദാറ്റ് അഫക്ട്സ് ദി എൻറ്റയർ എക്കണോമി ഓർ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ ഗ്രൂപ്പ്സ് വിതിൻ ദി എക്കണോമി. ഫണ്ടമെന്റൽ, രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ മൊത്തമായിട്ട് ബാധിക്കുന്നു അല്ലെങ്കിൽ മജോറിറ്റിയെ ബാധിക്കുന്ന ഒരു റിസ്ക്കാണ് ഫണ്ടമെന്റൽ. അടിസ്ഥാനപരമായിട്ട് റിസ്ക് സംഭവിക്കുന്നു, അടിസ്ഥാനപരമായിട്ട് ലോസ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ടാകുന്നു. ഇപ്പം ഫണ്ടമെന്റൽ റിസ്ക് ഈസ് എ റിസ്ക് ദാറ്റ് അഫക്ട് ദി എൻറ്റയർ എക്കണോമി. ഒന്നെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ പൂർണ്ണമായിട്ടും അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇറ്റ് അഫക്ട്സ് ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ ഗ്രൂപ്പ്സ് വിതിൻ ദി എക്കണോമി. അപ്പം അങ്ങനെയുള്ള റിസ്ക് എന്താണ്, ഫണ്ടമെന്റൽ റിസ്ക് ആണ്. അതിൻ്റെ നമ്മൾ ഈ ഫണ്ടമെന്റൽ റിസ്കിന് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താ, ഒരു ഡബിൾ ഡിജിറ്റ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ഇൻഫ്ലേഷൻ ഡബിൾ ഡിജിറ്റ്, മോർ ദാൻ 9%, 10% ഇൻഫ്ലേഷൻ, അത് രാജ്യത്തിലെ ആളുകളെ മുഴുവൻ ബാധിക്കും. പണപ്പെരുപ്പം, സാധനങ്ങളുടെ വില കൂടും, മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാകും. അപ്പം എന്താണ്, അതൊരു രാജ്യത്തെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന ഒരു റിസ്ക്കാണ്. ഇനി അതല്ലെങ്കിൽ റിസ്ക് ഓഫ് ടെററിസ്റ്റ് അറ്റാക്ക്.
എവിടെയെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നു, അപ്പോൾ ആ സിറ്റിയിലുള്ള ആളുകളെ മുഴുവൻ അത് ബാധിക്കും, ആ ലൊക്കാലിറ്റിയിലെ ആളുകളെ മുഴുവൻ അത് ബാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിവിയർ ബിസിനസ് റെസിഷൻസ്, ഒരു മാന്ദ്യം സംഭവിക്കുന്നു, രാജ്യത്തെ മുഴുവൻ ബാധിക്കും, ബിസിനസ്സിനെ മുഴുവനായിട്ട് ബാധിക്കും. ഇങ്ങനെ ഒരു എൻ്റയർ എക്കണോമി അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു മജോറിറ്റി ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന റിസ്ക് എന്താണ്? ഫണ്ടമെൻ്റൽ റിസ്ക് ആണ്. എക്സാമ്പിൾ ഡബിൾ ഡിജിറ്റ് ഇൻഫ്ലേഷൻ, ടെററിസ്റ്റ് അറ്റാക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇനി അടുത്തായിട്ട് എന്താ? നമ്മുടെ പർട്ടിക്കുലർ റിസ്ക്, ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പിനെ അഫക്റ്റ് ചെയ്യുന്നു. ഫണ്ടമെൻ്റൽ റിസ്ക് ആണ്, ദാറ്റ് അഫക്റ്റ് ദി എൻ്റയർ എക്കണോമി, അല്ലെങ്കിൽ മജോറിറ്റി, ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ അഫക്റ്റഡ്. പർട്ടിക്കുലർ റിസ്ക് വന്നു കഴിയുമ്പോഴേക്കും particular risk is that affect only individuals and not the entire community of the country, അല്ലെങ്കിൽ entire population of the country. ഇപ്പോൾ ഇൻഡിവിജ്വൽസിനെയോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെയോ മാത്രം അഫക്റ്റ് ചെയ്യുന്ന റിസ്ക് എന്താണ്? അതാണ് പർട്ടിക്കുലർ റിസ്ക്, ദാറ്റ് അഫക്റ്റ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ് ഓർ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. അപ്പോൾ അതിൻ്റെ അഫക്റ്റ് വളരെ കൂടുതലായിട്ട് വരുന്നില്ല, അതിൻ്റെ റിസ്കിൻ്റെ ആ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിട്ട് വരുന്നില്ല. ഇപ്പോൾ ആരുടെയെങ്കിലും എന്താ ഒരു കാറ് മോഷ്ടിച്ചുകൊണ്ട് പോകും, അത് ആ വ്യക്തിയെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് അഫക്ട്സ് ഓൺലി ദാറ്റ് പേഴ്സൺ, ദാറ്റ് അഫക്ട്സ് ഓൺലി ദി ഓണർ ഓഫ് എ കാർ. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വീട്ടിൽ നിന്ന് വാല്യുബിൾസ്, ഗോൾഡ്, സിൽവർ, ഓർണമെൻറ്റ്സ് ഒക്കെ അടിച്ചുകൊണ്ട് പോകും, മോഷ്ടിച്ചുകൊണ്ട് പോകും, തെഫ്റ്റ്. ഇവിടെ എന്താണ്? ആ ഒരു ഹൗസ് ഹോൾഡിനെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയുള്ള റിസ്ക്കുകൾക്ക് എന്ത് പറയും നമ്മൾ? പർട്ടിക്കുലർ റിസ്ക്. ദെൻ അഗെയിൻ ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നഷ്ടം, പണം നഷ്ടമാകുന്നത്. നോൺ ഫിനാൻഷ്യൽ, ഇവിടെ സാമ്പത്തികമായിട്ട് നഷ്ടം വരുന്നില്ല. എ ഫിനാൻഷ്യൽ റിസ്ക് ഈസ് വൺ ഇഫ് ഔട്ട്കംസ് ക്യാൻ ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ്. ഒരു റിസ്കിൻ്റെ ഔട്ട്കം മോണിറ്ററി ടേംസിൽ പണം കൊണ്ട് നമുക്ക് അളക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള റിസ്ക് എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ഫിനാൻഷ്യൽ റിസ്ക് ഈസ് വൺ ഇഫ് ദി ഔട്ട്കം ക്യാൻ ബി മെഷേർഡ്. ആ റിസ്കിൻ്റെ ഔട്ട്കം, ആ റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാവുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള റിസ്ക് എന്തായിട്ട് മാറുന്നു? ഫിനാൻഷ്യൽ റിസ്ക്. ദെൻ വി ക്യാൻ സേ ഇഫ് എനി റിസ്ക് ഈസ് കൺസേൺഡ് വിത്ത് ഫിനാൻഷ്യൽ ലോസ്. ഇഫ് എനി റിസ്ക് ഈസ് കൺസേൺഡ് വിത്ത് ഫിനാൻഷ്യൽ ലോസ്, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ റിസ്ക്. സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകാവുന്ന ഒരു റിസ്ക് എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയും. അപ്പം അത് നമുക്ക് എന്താ പറയാവുന്ന? ഇപ്പം ഡാമേജ് ടു പ്രോപ്പർട്ടി, തെഫ്റ്റ് ഓഫ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ലോസ് അറൈസിങ് ഔട്ട് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് എർത്ത്ക്വേക്ക്, ഫ്ലഡ്, ലൈറ്റ്നിങ് എക്സെട്ര. അവിടെ എല്ലാം എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് ആണ്. സമ്പത്തിന് നഷ്ടം സംഭവിക്കുന്നു. ദെൻ ഇൻ കേസ് ഓഫ് നോൺ ഫിനാൻഷ്യൽ റിസ്ക്, where it is not possible to measure the loss in monetary terms. നമുക്ക് ആ മോണിറ്ററി ടേംസിൽ ലോസ് മെഷർ ചെയ്യാൻ സാധ്യമല്ലാത്ത റിസ്കുകൾ എന്താ പറയുന്നത്? നോൺ ഫിനാൻഷ്യൽ റിസ്ക്. അവിടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ നഷ്ടം നമുക്ക് ഇത്ര രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. സോ അല്ലെങ്കിൽ എന്താണ്? ഇൻ അതർ വേഴ്സ്, when the possibility of a financial loss cannot be measured in monetary terms. So when the possibility of a financial loss cannot be measured in monetary terms, the situation can be referred to as non-financial risk. ഇതിൻ്റെ എക്സാമ്പിൾ എന്താ പറയുന്നത്? നമ്മളൊരു സെലക്ഷൻ ഓഫ് എ കരിയർ, ഒരു തൊഴിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് സ്റ്റഡി തിരഞ്ഞെടുക്കുന്നു. ഇവിടെയൊക്കെ നഷ്ടമുണ്ടാകാം. നമ്മൾ ആ തിരഞ്ഞെടുത്ത കോഴ്സ് തെറ്റിപ്പോയി, അതുകൊണ്ട് ജോലി കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ആ തിരഞ്ഞെടുത്ത കരിയർ തെറ്റിപ്പോയി, അതുകൊണ്ട് നമുക്ക് എന്താ നഷ്ടം സംഭവിക്കും. എത്രയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുകയില്ല. അത് നഷ്ടമുണ്ട്, പക്ഷേ ആ നഷ്ടം നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഇൻ ടേംസ് ഓഫ് മണി അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ അത് മെഷർ ചെയ്യാൻ പറ്റില്ല, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള നഷ്ടങ്ങൾ എന്തായിട്ട് വരും? നോൺ ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ഇനി ഈ റിസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബേർഡൻ ആർക്കൊക്കെ ഉണ്ട്? ബേർഡൻ ഓഫ് റിസ്ക്. ബേർഡൻ ഓഫ് റിസ്ക് ഓൺ സൊസൈറ്റി, സമൂഹത്തിന് പൊതുവായിട്ട് റിസ്കിൻ്റെ ഒരു ബേർഡൻ വരുന്നുണ്ട്. ദെൻ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട? ദി പ്രസൻസ് ഓഫ് റിസ്ക് എൻറ്റെയിൽസ് മേജർ ബേർഡൻസ് ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. റിസ്ക് എല്ലായ്പ്പോഴും വ്യക്തികൾക്കും സൊസൈറ്റിക്കും സമൂഹത്തിനും എന്താണ്? വലിയ ഭാരമായിട്ട് മാറുന്നു.
അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാർജർ എമർജൻസി ഫണ്ട്. ഈ റിസ്ക് ഉള്ളത് കൊണ്ട് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ കമ്പനികൾക്ക്, ഓർഗനൈസേഷൻസിനെല്ലാം ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഫണ്ട് മാറ്റിവെക്കേണ്ടി വരുന്നു. അതെന്താണ്? നമുക്കൊരു ലാർജ് എമർജൻസി ഫണ്ട് ടു മീറ്റ് ദി അൺഎക്സ്പെക്റ്റഡ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരുന്നു. അതൊരു ലാർജർ എമർജൻസി ഫണ്ട്. ഇപ്പം നമുക്കിപ്പം ഒരു വീടുണ്ടെങ്കിൽ ഈ വീടിന് നഷ്ടം സംഭവിക്കാം. അതുകൊണ്ട് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നന്നാക്കാൻ വേണ്ടി ഓരോ വർഷവും 1,00,000 രൂപ മാറ്റി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമാണ്. ദെൻ സൊസൈറ്റി ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ സമൂഹത്തിന് എന്താ, ചില ഗുഡ്സ് ആൻഡ് സർവീസസ് അത് നിഷേധിക്കപ്പെടുന്നു. കാരണം റിസ്ക് ഫാക്ടർ ഉള്ളത് കൊണ്ട് ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പിന്നെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ വാങ്ങാൻ ആളുകൾ തയ്യാറാകുന്നില്ല. സോ സൊസൈറ്റി ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ വറി ആൻഡ് ഫിയർ, പേടി, ഭയം. ആൾക്കാർ എപ്പോഴും വറീഡാണ്. എന്ത് സംഭവിക്കും, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ വറി ആൻഡ് ഫിയർ. ദെൻ ഒരു മെൻ്റൽ അൺറെസ്റ്റ്. വറി ആൻഡ് ഫിയർ എന്ന ഒരു വ്യക്തിക്ക് വറി ആൻഡ് ഫിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹി കനോട്ട് വർക്ക് പ്രോപ്പർലി. ദാറ്റ് അഫക്ട് ദി പ്രൊഡക്ടിവിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. If the workers are worried, that can affect the productivity of workers. So worry and fear. ഇപ്പം നമ്മൾ ഈ 3 കാര്യങ്ങൾ എന്താണ്? ബേർഡൻ ഓഫ് റിസ്ക് ഓൺ സൊസൈറ്റി. സമൂഹത്തിൽ ഈ റിസ്കിൻ്റെ ഒരു ബേർഡൻ. ലാർജർ എമർജൻസി ഫണ്ട് ഈസ് റിക്വയർഡ്. ദെൻ സൊസൈറ്റി ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. വറി ആൻഡ് ഫിയർ.